Dear students, welcome back to Sapphire Future Academy Board Booster Series. അപ്പോൾ നമ്മുടെ molecular base of inheritance ൽ നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളൊരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാക്ടീരിയ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റഡീസിന് യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് കോളിഫോം ബാക്ടീരിയ. അപ്പോൾ കോളിഫോം ബാക്ടീരിയയിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കണേന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ജീനിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജീൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഡി എൻ എയിലുള്ള ജീൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ആര് തന്നെയാണ്, നമ്മുടെ ജീൻസ് ആണ്. അപ്പോൾ ഈ ജീൻസ് എങ്ങനെയാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് നമ്മളൊരു എൻസൈംസോ ഹോർമോൺസോ എന്താണെങ്കിലും എന്ത് പ്രോട്ടീൻസ് ആണെങ്കിലും സിന്തസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ 4 സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡി എൻ എന്ന് ഒരു പ്രോട്ടീൻ സിന്തസ് ഡി എൻ എ ഒരു പ്രോട്ടീൻ സിന്തസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയും. ജീൻസ് എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ്, ഡി എൻ എന്ന് എന്ത് ഫോം ചെയ്യുവാണ്, mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഡി എൻ എന്ന്. mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇപ്പൊ ഡി എൻ എ എന്ത് ഫോം ചെയ്തു, mRNA ഫോം ചെയ്തു. ആ പ്രോസസ്സാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് എന്ത് ചെയ്യണം, പ്രോസസ്സിംഗ് ലെവൽ. എന്തായിരിക്കും ഈ പ്രോസസ്സിംഗ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ്. എന്താ ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തൊക്കെയായിരുന്നു, സ്പ്ലൈസിങ്, ദെൻ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് ക്യാപ്പിംഗ്, ദെൻ ടെയിലിംഗ് അല്ലേ. അപ്പൊ ഈ പ്രോസസ്സ് എവിടെ മാത്രമേ ഉള്ളൂ, യൂക്യാരിയോട്സിൽ മാത്രമേ ഉള്ളൂ, പ്രോക്യാരിയോട്സിൽ അതിന്റെ ആവശ്യം ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്, അതാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് നോക്കിക്കേ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA. അപ്പൊ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, mRNA ഫോം ചെയ്തു. ഈ mRNA എവിടെയാ ഫോം ചെയ്തത്, നമ്മുടെ റൈബോസോമില് പ്രോട്ടീൻ സിന്തസിസ് റൈബോസോമിൽ നടക്കുന്നത്. അപ്പൊ എന്താണ്, ഫോം ചെയ്തിട്ടുള്ള mRNA നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് എവിടേക്ക് പോകണം, സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകണം. എന്തിനാ സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകുന്നത്, സൈറ്റോപ്ലാസ്റ്റിലുള്ള റൈബോസോമിലാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് അല്ലെ. അപ്പൊ എന്താ ചെയ്യണ്ടേ, ഈ mRNA എന്ത് ചെയ്യണം, നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് നേരെ എവിടേക്ക് എത്തിക്കണം, സൈറ്റോപ്ലാസ്റ്റിലുള്ള റൈബോസോമിലേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ ഓൾറെഡി ഈ mRNA എന്ത് ഫോം ചെയ്യണം, mRNA കോഡോൺസിന്റെ ബേസിൽ എന്ത് ഫോം ചെയ്യുക, ഇവിടെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാം. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ഫാക്ടറിയാണ് ഇത്, റൈബോസോംസ്. അപ്പൊ ഈ 4 ലെവൽ നമ്മളിപ്പോ പഠിച്ച 4 കാര്യങ്ങൾ തന്നെ ജസ്റ്റ് എങ്ങനെയാണ് ഇവിടെ നമ്മൾ വർക്ക് ചെയ്യണേന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഓൾറെഡി ഡി എൻ എ ഫോം ചെയ്തു. ഡി എൻ എ എന്താണ്, ഡി എൻ എ ഓൾറെഡി ഉണ്ട്. ഡി എൻ എ എന്ത് ചെയ്യാണ്, RNA പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ. RNA നമ്മൾ എന്താണ്, കറക്റ്റ് യൂക്യാരിയോട്സിൽ ഫുള്ളി ഫങ്ഷണൽ അല്ല, എന്താ കൊടുക്കുക അതിനെ, HNRNA എന്ന് പറയും, ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA എന്ന് പറയും അല്ലെ. എന്നിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തതിനെ കണ്ടോ, ഇവിടെ നമുക്ക് ഇൻട്രോൺസും എക്സോൺസും ഉണ്ട്. ഇൻട്രോൺസ് നമുക്ക് ആവശ്യമില്ല, അതിനൊക്കെ ഈ ഇൻട്രോൺസിനെയൊക്കെ എന്ത് ചെയ്യണം, ഇതിനൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ, നമ്മുടെ സ്പ്ലൈസിങ് അല്ലെ, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ്. പിന്നെ എന്ത് ചെയ്തു, അതിനൊരു ക്യാപ്പും ടെയിലൊക്കെ വെച്ചു കൊടുത്തു. ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള എന്താക്കി, mRNA ആക്കി. ഇനി mRNA എന്ത് ചെയ്യുവാണ്, നേരെ ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടുന്ന് എവിടേക്കാണ്, ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസ്റ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ സെല്ല് വെച്ചാല്, ഇതാണ് സെല്ലിന്റെ ന്യൂക്ലിയസ് അല്ലെ. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഈ mRNA നേരെ എവിടേക്ക് കൊണ്ടുവരണം, mRNA നേരെ എവിടേക്ക് കൊണ്ടുവരണം, സൈറ്റോപ്ലാസ്റ്റിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് വേണം ഇതെവിടെ വന്ന് അറ്റാച്ച് ചെയ്യാൻ, നമ്മുടെ റൈബോസോമിൽ അറ്റാച്ച് ചെയ്തിട്ട് എന്ത് നടക്കണം, ട്രാൻസ്ലേഷൻ നടക്കണം. അപ്പൊ നമുക്ക് ഈ 4 സ്റ്റെപ്പ് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്താണ്, നമ്മുടെ പ്രോക്യാരിയോട്ടിക് സെല്ലാണ്. അപ്പൊ ഈ പ്രോക്യാരിയോട്സിൽ എന്താ പ്രത്യേകത എന്നറിയോ, നമുക്ക് ഇതാണ് നമ്മുടെ mRNA അല്ലെ. mRNAയിൽ ആര് വന്ന് അറ്റാച്ച് ചെയ്യുവാണ്,
റൈബോസോം അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ പ്രോകാരിയോട്സിൽ നമ്മൾ പറഞ്ഞു അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ mRNA ഫോം ചെയ്യാം. കാരണം എന്താ, അതാണ് നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് പറയും. കാരണം ഒന്നിൽ കൂടുതൽ സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രോകാരിയോട്സിൽ എന്ത് വരാം, ഒന്നിൽ കൂടുതൽ നമ്മുടെ റൈബോസോംസും എസെൻഷ്യൽ ആയിട്ട് വരും. ഒരു റൈബോസോംസ് പോരാ, മോർ ദൻ 1 റൈബോസോംസ് ഈസ് എസെൻഷ്യൽ. അപ്പൊ എന്താ പ്രത്യേകത, ഈ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്തായിട്ടാ തോന്നുന്നത്, ഒരു ബീഡഡ് സ്ട്രിങ് ആയിട്ട് തോന്നും അല്ലെ, ഒരു മാല, ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു മാലയമേ ഇങ്ങനെ കുറെ മുത്തുകൾ കോർത്ത പോലെ തോന്നും. ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പോളി റൈബോസോംസ് എന്ന് പറയും. പോളി റൈബോസോംസ് എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ ഷോർട്ടായിട്ട് എന്ത് കൊടുക്കാം, പോളിസോംസ് എന്ന് കൊടുക്കാം. പോളി റൈബോസോംസ് ഓർ പോളിസോംസ്. എന്താ പോളി റൈബോസോംസ് ഓർ പോളിസോംസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ mRNA, ഒറ്റ mRNA ഉള്ളൂ, സിംഗിൾ mRNA വിത്ത് മോർ ദൻ 1 റൈബോസോം. ഒന്നിൽ കൂടുതൽ റൈബോസോംസ് mRNAയിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും, ഒരു ബീഡഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വരും. അതാണ് നമ്മൾ പോളി, ദാറ്റ് മീൻസ് ന്യൂമറസ് റൈബോസോം ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ഓൺ ദ mRNA. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ എന്താണ്, ഒരു ലാക്കോപ്രോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ലാക്കോപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഓപ്രോൺ എന്നുള്ള വേർഡിന് അർത്ഥം എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് കൺട്രോൾ എ പർട്ടിക്കുലർ മെറ്റബോളിസം. എന്താണ് ഓപ്രോൺ എന്ന് പറഞ്ഞാൽ, ദ മീനിങ് ഓഫ് ഓപ്രോൺ ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് കൺട്രോൾ എ മെറ്റബോളിസം. ഏതെങ്കിലും ഒരു മെറ്റബോളിസിനെ കൺട്രോൾ ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് ജീൻസ്, അതിനെ പറയുന്ന പേരാണ് നമ്മൾ ഓപ്പറോൺസ് എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് കൺട്രോൾ എ മെറ്റബോളിസം, അതിന് എന്ത് കൊടുക്കാം, ഓപ്പറോൺ. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ഈ മെറ്റബോളിസം എന്ത് മെറ്റബോളിസം ആണ്, ലാക്ടോസിന്റെ മെറ്റബോളിസം ആണ്. എന്താ ലാക്ടോസിന്റെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ, ലാക്ടോസിന്റെ ബ്രേക്ക് ഡൗൺ. നിങ്ങൾ +1 പഠിച്ച കാര്യം തന്നെയാണ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡൈസാക്രൈഡ്സ് ആണ്, ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസ്. അപ്പൊ ലാക്ടോസ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലാക്ടോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായിട്ട് മാറുവാണ്, ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആവുന്ന മെറ്റബോളിസം ആണ് നമ്മൾ എന്ത് പറയുന്നത്, ലാക്ടോസ് മെറ്റബോളിസം. നമ്മൾ അവിടെ പഠിച്ചിരിക്കുന്നത് ലാക്ടേസ് എൻസൈം എന്നാണ് പഠിച്ചത്. പക്ഷെ ശരിക്കും എന്താണ്, 3 എൻസൈംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ലാക്ടോസിനെ എന്താക്കി മാറ്റുന്നത്, ഗ്ലൂക്കോസും ഗാലക്ടോസ് ആക്കി മാറ്റുന്നത്. എൻസൈംസിന്റെ പേരാണ് നമ്മൾ ബീറ്റ ഗാലക്ടോസിഡേസ്, ദെൻ ട്രാൻസ് അസെറ്റിലേസ്, പെർമിയേസ്. ഇങ്ങനെ 3 എൻസൈംസ് ആണ് ഈ മെറ്റബോളിസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഈ 3 എൻസൈംസും എന്താണ്, ബേസിക്കലി പ്രോട്ടീൻസ് ആണ്. ഈ 3 എൻസൈംസ് എന്താണ്, ബേസിക്കലി ഇവർ 3 പേരും പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഈ പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം, DNA വേണം. DNA എന്ത് ഫോം ചെയ്യണം, mRNA ഫോം ചെയ്യണം. mRNA എന്ത് ചെയ്യണം, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം. അപ്പോൾ ഈ 3 എൻസൈംസിന്റെ ഫോർമേഷനും അതെങ്ങനെയാണ് ലാക്ടോസ് മെറ്റബോളിസിൽ നമ്മൾ കോറിലേറ്റ് ചെയ്ത് വരുന്നതെന്നാണ് നമ്മൾ ലാക്ടോസ് മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലാക്ടോസ് മെറ്റബോളിസിന് ഹെൽപ്പ് ചെയ്യുന്ന ജീൻസിനെ പറയുന്ന പേരാണ് നമ്മൾ ലാക്കോപ്രോൺ എന്ന് പറയും. ഇത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ് ഫ്രാൻസിസ് ജേക്കബ് ആൻഡ് ജാക്വലിൻ മൊണാർഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജേക്കബ് ആൻഡ് മൊണാർഡ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജേക്കബ് ആൻഡ് മൊണാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്ത് ലാക്കോപ്രോൺ എന്നുള്ള കൺസെപ്റ്റ് പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ അതിൽ നമ്മൾ എന്താണ്, ഒരു പർട്ടിക്കുലർ മെറ്റബോളിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസിന് നമുക്ക് എന്ത് പറയാം, ഓപ്പറോൺ എന്ന് പറയാം. ഇവിടെ നമുക്ക് എന്താണ്, ഈ ലാക്ടോസ് മെറ്റബോളിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസിന് എന്താ കൊടുക്കണ്ടേ, ലാക്കോപ്രോൺ എന്ന് പറയും. അപ്പൊ ഒരു ലാക്കോപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളത്, മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാക്ടോസ് മെറ്റബോളിസിൽ ഇൻവോൾവ് ചെയ്യുന്ന ജീൻസ് ആരൊക്കെയാണ്, ഒരു റെഗുലേറ്റർ ജീൻ ഉണ്ട്, റെഗുലേറ്റർ ജീൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ I എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കോഡ് ചെയ്യുന്നത് എന്താണ്, ഒരു പ്രോട്ടീൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ. ഇനി എന്താണ്, 3 സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഒന്ന് ഓർത്ത് വെക്കണം. പ്രൊമോട്ടർ, സ്ട്രക്ചർ ജീൻ, ടെർമിനേറ്റർ, അതിൽ പറയുന്ന സ്ട്രക്ചർ ജീൻസ് ആണ്. ഇവിടെ നമുക്ക് എന്താണ്, 3 സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, Z, Y, A. അപ്പൊ ഈ സ്ട്രക്ചർ ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്,
ഈ mRNA സിന്തസൈസ് ചെയ്യുന്നത്? ഈ mRNA എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എൻസൈംസ് സിന്തസൈസ് ചെയ്യുന്നത്. ഏത് എൻസൈംസ് ആണ്? 3 എൻസൈംസിന്റെ പേര് നമ്മൾ പറഞ്ഞു, ഒന്നും കൂടി പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസാസിഡ്ലേസ്. അപ്പൊ ഏതാണ് 3 സ്ട്രക്ചർ ജീൻസ്? ZYA. Z എന്ന് പറയുന്ന ജീൻ എന്തിനെ കോഡ് ചെയ്യുന്നത്? ബീറ്റാ ഗാലക്ടോസിഡേസിനെ. Y എന്ന് പറയുന്ന ജീൻ എന്തിനെ കോഡ് ചെയ്യുന്നത്? പെർമിയേസിനെ. എ എന്ന് പറയുന്ന ജീൻ എന്തിനെ കോഡ് ചെയ്യും? ട്രാൻസാസിഡ്ലേസ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോകാരിയോട്സിൽ മോർ ദാൻ 1 സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? പോളിസിസ്ട്രോൺ എന്ന് പറയുന്നത്. പ്രോകാരിയോട്സ് എപ്പോഴും പോളിസിസ്ട്രോണിക് ആണ്, കാരണം മോർ ദാൻ 1 സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഒരു സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഇവിടെ ഫോം ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് ലാക്ടോപ്രോണിൻസ്? ലാക്ടോപ്രോണിൻസിന്റെ അർത്ഥം ലാക്ടോസ് മെറ്റബോളിസിൽ ഇൻവോൾവ് ചെയ്യുന്ന ജീൻസ് ആണ്. ഇതൊക്കെയാണ് ഒരു റെഗുലേറ്റർ ജീൻ, ഒരു 3 സ്ട്രക്ചർ ജീൻസ് ഉണ്ട്, ദെൻ നെക്സ്റ്റ് എന്താണ് ഒരു ഓപ്പറേറ്റർ, ദെൻ ലാസ്റ്റ് വൺ പ്രൊമോട്ടർ. അപ്പൊ 4 കാര്യങ്ങളാണ്, 4 ജീൻസ് ആണ്. റെഗുലേറ്റർ ജീൻ, സ്ട്രക്ചർ ജീൻസ്, ഓപ്പറേറ്റർ ജീൻ, പ്രൊമോട്ടർ. പ്രൊമോട്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എന്താണ് RNA പോളിമറൈസ് എൻസൈം അറ്റാച്ച് ചെയ്യുന്ന സ്ഥലമാണ് പ്രൊമോട്ടർ. അപ്പൊ എന്താണ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ റെഗുലേറ്റർ ജീനിന് എന്ത് ചെയ്യും? ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രോട്ടീനെ പറയുന്ന പേരാണ് റിപ്രസർ പ്രോട്ടീൻ. ഈ റിപ്രസർ പ്രോട്ടീൻ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ലാക്ടോപ്രോണിൽ വരുന്ന ജീൻസ്? ഒരു റെഗുലേറ്റർ ജീൻ, സ്ട്രക്ചർ ജീൻസ്, ഓപ്പറേറ്റർ, പ്രൊമോട്ടർ. ഈ സ്ട്രക്ചർ ജീൻസ് തന്നെ എന്താണ്? 3 ടൈപ്സ് ഓഫ് സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. ZYA. ഈ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഈ 3 എൻസൈംസ് ഉണ്ട്. ഈ 3 എൻസൈംസിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഏതൊക്കെയാണ്? ZYA. Z എന്ത് ചെയ്യും? ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈംസിനെ കോഡ് ചെയ്യും. Y എന്ത് ചെയ്യും? പെർമിയേസിനെ കോഡ് ചെയ്യും. A എന്തിനെ കോഡ് ചെയ്യുന്നത്? ട്രാൻസാസിഡ്ലേസിനെ കോഡ് ചെയ്യും. ഇനി നമ്മൾ ഈ മെറ്റബോളിസിന് നമ്മൾ പറയുന്ന പേര് ഇൻഡ്യൂസർ എന്നാ പറയാം. ലാക്ടോസ് മെറ്റബോളിസം ഒരു ഇൻഡ്യൂസർ ടൈപ്പ് ആണ്. അതെങ്ങനെയാന്ന് നമുക്ക് ഇതിന്റെ ഫ്ലോ ചാർട്ട് വെച്ച് പറഞ്ഞു തരുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നമ്മൾ ലാക്ടോസ് മെറ്റബോളിസം നമ്മൾ ഒന്നുകൂടി ഒന്ന് പറയാം. എന്താണ് ലാക്ടോസ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ? ലാക്ടോസ് നേരെ എന്തായിട്ട് മാറുവാണ്? ഗ്ലൂക്കോസും പ്ലസ് ഗാലക്ടോസ്. ഈ മെറ്റബോളിസം ആണ് നമ്മൾ ലാക്ടോസ് മെറ്റബോളിസം. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസാസിഡ്ലേസ്. അങ്ങനെ 3 എൻസൈംസ് ആണ്. അപ്പൊ നോക്കിയേ, നമ്മൾ 2 കണ്ടീഷനാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ ഇൻഡ്യൂസർ, ഇത് നമ്മളിപ്പോ ഒരു ഈക്കോളൈനെ നമ്മൾ എന്താ ചെയ്യാണ്? ഒരു മീഡിയത്തിൽ കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ഈക്കോളയുടെ ബോഡിയിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡിയിലല്ല, ഇതെവിടെയാണ്? ഈക്കോളയുടെ ബോഡിയിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയുള്ളത്? ഒരു പ്രൊമോട്ടർ റീജിയൻസ്, 2 സ്ഥലത്ത് പ്രൊമോട്ടർ ഉണ്ട്. ഇതാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഭാഗം. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ റെഗുലേറ്റർ ജീൻ I എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് 3 എന്താണ്? ഇത് 3 നമ്മുടെ സ്ട്രക്ചറൽ ജീൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈക്കോളൈനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മീഡിയത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. അവിടെ ലാക്ടോസ് ഇല്ല, അതാണ് നമ്മൾ കൊടുത്തത്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ എന്ന് വെച്ചാൽ ഇവിടെ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ. എന്താന്ന് പറഞ്ഞുതരാം ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ലാക്ടോസ് ഇല്ലാത്ത മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഈക്കോളൈൻ അവിടെ കൾച്ചർ ചെയ്യുക. അപ്പൊ എന്താ പ്രത്യേകത? ലാക്ടോസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഈ മെറ്റബോളിസം ഇവിടെ നടക്കില്ല. കാരണം എന്താ? ലാക്ടോസ് ഉണ്ടെങ്കിലല്ലേ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കാൻ പറ്റുള്ളൂ? ഗ്ലൂക്കോസും ഗാലക്ടോസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ലാക്ടോസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട? ഈ 3 എൻസൈംസിന്റെ പ്രൊഡക്ഷൻ ഇവിടെ ആബ്സെന്റ് ആണ് അല്ലെ? ഏതൊക്കെ 3 എൻസൈംസ് നമ്മൾ പറഞ്ഞത്? ബീറ്റാ ഗാലക്ടോസിഡേസ്, അതുപോലെ തന്നെ 3 എൻസൈംസിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസാസിഡ്ലേസ് അല്ലെ? അപ്പൊ ഈ 3 എൻസൈംസിന്റെ പ്രൊഡക്ഷൻ എവിടെ നടക്കണ്ട? ഇവിടെ ആവശ്യമില്ല. കാരണം എന്താ? ലാക്ടോസ് ഉണ്ടെങ്കിലേ അതിനെന്ത് ചെയ്യുള്ളൂ? ഗ്ലൂക്കോസും ഗാലക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് എന്താ വരിക എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി തരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഓൾറെഡി തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യാൻ പറയും. എങ്ങനെ റീഡ്രോ ചെയ്യാൻ? നമ്മൾ ഈ മീഡിയത്തിലേക്ക് ലാക്ടോസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചസ് വരും അതൊന്ന് റീഡ്രോ ചെയ്യാനാണ് നമുക്ക് വരിക. അപ്പൊ നോക്കിക്കേ, നമ്മള് ഇതാണ് ലാക്ടോസ് ഇല്ല. ലാക്ടോസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഇത് നമ്മുടെ ആരുടെ ബോഡിയിലാണ് നടക്കുന്ന? ഈക്കോളയുടെ ബോഡിയിൽ നടക്കുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് നമ്മൾ ഓൾറെഡി വരച്ചു. ഏതാണ്? ഇവിടെ പ്രൊമോട്ടർ, ഇവിടെ ഓപ്പറേറ്റർ, പ്രൊമോട്ടർ. ഇതെന്താണ്? നമ്മുടെ റെഗുലേറ്റർ ജീനാണ് നമ്മൾ I വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോന്നിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പ്രൊമോട്ടർ എന്താണ്? നമ്മുടെ
സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. RNA പോളിമറൈസ് എൻസൈം അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. ദെൻ റെഗുലേറ്റർ ജീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞ ഒരു റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് ബൈൻഡ് ചെയ്യുന്ന ഭാഗമാണ് ആര്? ഓപ്പറേറ്റർ. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ ലാക്ടോസ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോ ഈ എൻസൈംസിന്റെ പ്രൊഡക്ഷൻ ഇവിടെ ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഈ റെഗുലേറ്റർ ജീൻ എന്ത് ചെയ്യും? ഒരു റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ റിപ്രസർ പ്രോട്ടീൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് റിപ്രസർ പ്രോട്ടീൻ. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ റെഗുലേറ്റർ ജീൻ എന്ത് ചെയ്യും? ഒരു റിപ്രസർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ലാക്ടോസ് ഇല്ല, ലാക്ടോസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇത് ഇത്രയും വേണ്ട, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. ഈ റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ mRNA വേണം. mRNA ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ DNA വേണം. ഇതെന്താണ്? നമ്മുടെ DNA സീക്വൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ജീനിന്റെ സീക്വൻസ് ആണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുവാണ്? ഒരു mRNA സിന്തസൈസ് ചെയ്തു. mRNAയുടെ കോഡ് അനുസരിച്ച് എന്ത് ചെയ്തു? ഒരു റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്തു. ഇതാണ് റിപ്രസർ പ്രോട്ടീൻ. അപ്പൊ നമുക്ക് എന്താണ്? ഈ മെറ്റബോളിസം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ എൻസൈംസിന്റെ പ്രൊഡക്ഷൻ ഇവിടെ നടക്കാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യണത്? ഈ റിപ്രസർ പ്രോട്ടീൻ നേരെ വന്നിട്ട് എവിടെ വന്ന് ബൈൻഡ് ചെയ്യും? ഈ ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പൊ ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ എൻസൈം ഉണ്ട്. ഏത് എൻസൈം? നമ്മുടെ RNA പോളിമറൈസ് എൻസൈം ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ RNA പോളിമറൈസ് എൻസൈം എന്ത് ചെയ്തു? ഇപ്പൊ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു വിചാരിച്ചിട്ട് നമ്മുടെ RNA പോളിമറൈസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? ഈ റിപ്രസർ പ്രോട്ടീൻ കണ്ടോ? ഇങ്ങനെ ഒരു ലാർജ് സൈസുള്ള ഒരു വലിയൊരു സ്റ്റോൺ വെച്ച പോലെ എന്ത് ചെയ്യുവാണ്? ഈ ഓപ്പറേറ്ററിൽ വന്ന് നിൽക്കുക. അപ്പൊ എന്താ പ്രത്യേകത? ഈ RNA പോളിമറൈസ് എൻസൈംസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മള് ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം നമ്മുടെ RNA പോളിമറൈസ് എൻസൈം എവിടെ അറ്റാച്ച് ചെയ്യും? പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പതുക്കെ ഈ സ്ട്രക്ചർ ജീൻസിൽ കൂടെ സ്ലൈഡ് ചെയ്തു പോവും. അപ്പൊ എന്ത് ചെയ്യും? അവിടുന്ന് പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ mRNA ഫോം ചെയ്യും. അതിനനുസരിച്ച് പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്താണ്? ഇവിടെ പ്രൊമോട്ടറിൽ എന്ത് ചെയ്തു? നമ്മുടെ RNA പോളിമറൈസ് എൻസൈം ഒക്കെ അറ്റാച്ച് ചെയ്ത് റെഡിയൊക്കെ ആയി നിന്നു. പക്ഷെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങോട്ട് നമ്മുടെ സ്ട്രക്ചർ ജീൻസിൽ കൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റണില്ല. എന്താ കാരണം? ഈ റെഗുലേറ്റർ ജീൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു റിപ്രസർ പ്രോട്ടീൻ നേരെ എന്ത് ചെയ്തു? നേരെ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തു, നമ്മുടെ ഓപ്പറേറ്ററിൽ അറ്റാച്ച് ചെയ്തു. അപ്പൊ എന്താണ്? ഇവിടെ ഒരു തടസ്സമാണിത്, ഒരു ബാരിയർ പോലെ നിൽക്കുക. അപ്പൊ എന്താണ്? ഈ RNA പോളിമറൈസ് ഇവിടെ സ്റ്റോപ്പായി, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ പ്രത്യേകത? ഇവിടെ എന്തില്ല? mRNAയുടെ സിന്തസിസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. mRNA സിന്തസിസ് നടക്കുന്നില്ല. ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യണം? mRNA സിന്തസിസ് നടക്കണം. അപ്പൊ എന്ത് ചെയ്തു? ഈ mRNAയുടെ സിന്തസിസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. mRNA സിന്തസൈസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ 3 എൻസൈംസിന്റെ പ്രൊഡക്ഷനും ഇവിടെ സ്റ്റോപ്പായി. എൻസൈം സിന്തസിസും സ്റ്റോപ്പായി. അപ്പൊ ഒന്നുകൂടി നോക്കുക. ഒന്നുകൂടി നമ്മൾ ഇന്ന് റീഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ ലാക്കോപ്രോൺ. ലാക്കോപ്രോൺ എന്തായിരുന്നു? ലാക്ടോസ് മെറ്റബോളിസിനുള്ള ജീൻസ് ആണ്. ഇവിടെ എന്ത് ചെയ്തു? പ്രൊമോട്ടർ, റെഗുലേറ്റർ ജീൻ, ദെൻ ഇവിടെ നമ്മുടെ അഗൈൻ ഒരു പ്രൊമോട്ടർ ഉണ്ട്, ഇവിടെ ഓപ്പറേറ്റർ. അപ്പൊ എന്ത് ചെയ്തു? ലാക്ടോസ് ഇല്ലാത്തത് കൊണ്ട് ഇവരെന്താ ചെയ്തത്? ഒരു mRNA സിന്തസൈസ് ചെയ്തു. അവിടെ നിന്ന് ഒരു റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്തു. ഈ റിപ്രസർ പ്രോട്ടീൻ നേരെ വന്ന് എന്ത് ചെയ്തു? ഓപ്പറേറ്ററിൽ അറ്റാച്ച് ചെയ്തു. അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ RNA പോളിമറൈസ് എൻസൈം ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ എൻസൈംസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ എന്തുള്ളത്? 3 സ്ട്രക്ചർ ജീൻസ് ഉണ്ട്, ZYA. ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഇവിടെ നിന്ന് mRNA ഫോം ചെയ്യും, ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷെ എന്താണ്? ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യില്ല? ഇവിടുന്ന് എന്തില്ല? there is no mRNA. ലാക്ക് mRNAയുടെ സിന്തസിസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനനുസരിച്ച് എന്തുണ്ടാവില്ല? there is no enzyme. എൻസൈംസ് ഇല്ലെങ്കിൽ എന്ത് വേണ്ട? ഈ മെറ്റബോളിസം അവിടെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അതേസമയം നമ്മൾ ഈ സെയിം കണ്ടീഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ മീഡിയത്തിലേക്ക് നമ്മൾ ലാക്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുകയെന്ന് വിചാരിക്കും. ലാക്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചേഞ്ച് വരിക നോക്കാം. അപ്പൊ ഇതാദ്യം നന്നായിട്ടൊന്ന് പഠിക്കുക. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടി നോക്കിക്കേ. ഇവിടെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് എന്ന് പറയും. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അതിൽ നമ്മൾ പ്രൊമോട്ടർ, സ്ട്രക്ചർ ജീൻ, ടെർമിനേറ്റർ നമ്മളിവിടെ കൊടുത്തില്ല എന്നുള്ളൂ. ഇതിന്റെ അവസാനം എന്തായിരിക്കും? ടെർമിനേറ്റർ ആണ്. അപ്പൊ ഇത് നമ്മുടെ ഇതിന്റെ ബോഡിയിലാണ്, ഈക്കോളയുടെ ബോഡിയിൽ വരുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഡയഗ്രം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ലാക്ടോസ് ഇല്ലാത്ത കണ്ടീഷനിൽ എന്താ ഉണ്ടായിരുന്നത്? നമ്മുടെ ഈ റെഗുലേറ്റർ ജീൻ
റെഗുലേറ്റർ ജീൻ, നമ്മൾ എന്ന് പറയുന്ന റെഗുലേറ്റർ ജീൻ എന്ത് ചെയ്തു, ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്തു. mRNA എന്ത് ചെയ്തു, ഒരു റിപ്രസർ പ്രോട്ടീൻ വന്നു. ഇവർ നേരെ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തു. നമ്മുടെ RNA പോളിമറൈസ് എൻസൈമിന്റെ സ്ലൈഡിങ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനനുസരിച്ച് എന്ത് ചെയ്യില്ല, ഇവിടുന്ന് mRNA സിന്തസിസും ഇല്ല, എൻസൈം ഫോർമേഷനും ഇല്ല. അതേസമയം ഈ സെയിം മീഡിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലാക്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുവാന്ന് വിചാരിക്കാം. ലാക്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചേഞ്ചാ വരണേ നോക്കിക്കേ. നമുക്കിവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ആരെയാണ്, നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ നമ്മുടെ ലാക്ടോസുകളാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ ലാക്ടോസ് ആണ്. ഈ ലാക്ടോസിന് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഈ മീഡിയത്തിലേക്ക് കൊടുത്തു. ആദ്യം നമ്മൾ എന്താ ചെയ്തേ, ഇങ്ങനെ ഒരു മീഡിയം എടുത്തു, അതിലേക്ക് എന്ത് ചെയ്തു, ഈക്കോളൈനെ കൊടുത്തു. പക്ഷെ എന്തില്ല, ദർ ഈസ് നോ ലാക്ടോസ് ആണ്. അതേസമയം നമ്മൾ സെക്കൻഡ് കേസിൽ എന്ത് ചെയ്തു, ഇതിൽ നമ്മൾ ഓൾറെഡി ബാക്ടീരിയാസ് ഉണ്ട്, അതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്, ലാക്ടോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ലാക്ടോസ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എന്ത് ചേഞ്ച് ആണ് ഈ മെറ്റബോളിസിന് വന്നതെന്ന് നോക്കണം. എന്ത് ചേഞ്ച് ആയിരിക്കും ഇവിടെ മെറ്റബോളിസിന് വരിക. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ ഓൾറെഡി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിപ്രസർ പ്രോട്ടീൻ ഇവിടെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റിപ്രസർ പ്രോട്ടീൻ എന്താണ്, നമ്മുടെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്തു, നമ്മള് ഈ ലാക്ടോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ലാക്ടോസ് എന്താ ചെയ്യണത്, നേരെ വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യുവാണ്, നമ്മുടെ ഈ ഓൾറെഡി സിന്തസൈസ് ചെയ്തിട്ടുള്ള ഈ റിപ്രസർ പ്രോട്ടീനിൽ ആര് വന്ന് ആഡ് ചെയ്യുവാണ്, നമ്മുടെ ലാക്ടോസ് ആഡ് ചെയ്യും. അപ്പൊ ലാക്ടോസ് നോക്കിക്കേ, ഈ ലാക്ടോസ് നമ്മളിങ്ങനെ ഇത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ ലാക്ടോസ് നേരെ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ റിപ്രസർ പ്രോട്ടീനിൽ അറ്റാച്ച് ചെയ്തു. അപ്പൊ റിപ്രസർ പ്രോട്ടീനിൽ അറ്റാച്ച് ചെയ്തപ്പോൾ ഇവര് ശരിക്കും എന്താ ചെയ്യണത്, ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യണ ആൾക്കാരാണ്. പക്ഷെ എന്ത് ചെയ്തു, ഇതിങ്ങനെ ഈ നമ്മുടെ ലാക്ടോസ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് ചേഞ്ച് ആയി. സ്ട്രക്ചർ ചേഞ്ച് ആയത് ഇപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമ്മുടെ ഓപ്പറേറ്ററിൽ വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മുടെ റിപ്രസർ പ്രോട്ടീൻ്റെ ഷേപ്പ് ആര് ചേഞ്ച് ചെയ്തു, നമ്മുടെ ഇൻഡ്യൂസർ ആയത് നമ്മുടെ ലാക്ടോസ് നേരെ എന്ത് ചെയ്തു, റിപ്രസർ പ്രോട്ടീൻ ഇവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെ അതിന്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പൊ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒരു എൻസൈം ഉണ്ട്. ഏതായിരുന്നു നമ്മുടെ എൻസൈം, RNA പോളിമറൈസ് എൻസൈം അല്ലെ. RNA പോളിമറൈസ് എൻസൈം ഇവിടെ ഓൾറെഡി റെഡിയാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇവിടുത്തെ തടസ്സം മാറി. കാരണം എന്താ, ഇതിനിവിടെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത സ്ട്രക്ചറായി. അപ്പൊ എന്ത് ചെയ്തോളും, ഈ RNA പോളിമറൈസ് എൻസൈം നേരെ നമ്മുടെ ആ സ്ട്രക്ചർ ജീൻസി കൂടെ മൂവ് ചെയ്യും. സ്ട്രക്ചർ ജീൻസി കൂടെ മൂവ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത, ഈ സ്ട്രക്ചർ ജീൻസിന് എന്ത് ഫോം ചെയ്യാൻ പോവാണ്, ഇവിടുന്ന് mRNA സിന്തസൈസ് ചെയ്യും. എങ്ങനെ mRNA ഫോം ചെയ്യണേ, നമ്മളിവിടെ പറഞ്ഞു ഇതിനെ പോളിസിസ്ട്രോണിക് ടൈപ്പ് ആണ്. പോളിസിസ്ട്രോണിക് ആണ്. എന്താ പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ മോർ ദൻ വൺ സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. അപ്പൊ ഏതാണ് സ്ട്രക്ചർ ജീൻസ്, ഇസഡ് എന്തിനാ കോഡ് ചെയ്യുന്നത്, ബീറ്റ ഗാലക്ടോസിഡേസിനെ. Y എന്തിനാ കോഡ് ചെയ്യും, പെർമേസ്. എ എന്തിനാ കോഡ് ചെയ്യുന്നത്, ട്രാൻസ് അസറ്റൈലേസ്. അപ്പൊ 3 സ്ട്രക്ചർ ജീൻസ് ഉണ്ട്, 3 mRNA ഫോം ചെയ്യും. അതെന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ mRNA എന്ത് ചെയ്യുന്നുണ്ട്, 3 എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നോക്കിക്കേ, ഈ RNA പോളിമറൈസ് എൻസൈം പതുക്കെ നമ്മുടെ സ്ട്രക്ചർ ജീൻസിൽ കൂടെ മൂവ് ചെയ്യാൻ. ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ജസ്റ്റ് നന്നായി പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് പ്രൊമോട്ടർ, ഇത് നമ്മുടെ എന്താണ് സ്ട്രക്ചർ ജീൻ, ഇവിടെ ടെർമിനേറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഡയഗ്രാം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ഈ പ്രൊമോട്ടർ ജീനിൽ എന്ത് ചെയ്യണം, RNA പോളിമറൈസ് അറ്റാച്ച് ചെയ്ത് നേരെ സ്ട്രക്ചർ ജീൻസിൽ കൂടെ മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് എന്ത് നടക്കുക, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്തു, mRNA സിന്തസിസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ആ സ്ട്രക്ചർ ജീൻസ് ആണ് നമ്മളിവിടെ ZYA എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, 3 സ്ട്രക്ചർ ജീൻസിന്റെ ഏതൊക്കെയാണ്, ZY ആൻഡ് A, 3 എണ്ണം വന്നു. അപ്പൊ എന്ത് ചെയ്തു, ഈ Z എന്ന് പറയുന്ന സ്ട്രക്ചർ ജീൻസിന് ഏതാ വന്നത്, ഒരു mRNA സിന്തസൈസ്. ഇതൊക്കെ നമ്മുടെ എന്താണ്, mRNAs ആണ്. അപ്പൊ ഈ പ്രോസസ് എന്താണ്, ഈ ഒരു സ്റ്റെപ്പിന് നമുക്ക് എന്ത് കൊടുക്കാം, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഓൾറെഡി mRNA ഫോം ചെയ്തു. ഇനി ഓരോ mRNA എന്ത് ചെയ്തു, എൻസൈംസ്. അപ്പൊ എൻസൈംസ് എന്താണ്, ഓൾ എൻസൈംസ് ആർ ബേസിക്കലി പ്രോട്ടീൻ. അപ്പൊ ആ പ്രോസസ്സാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്ലേഷൻ. ഇത് ട്രാൻസ്ക്രിപ്ഷൻ, ഇത് ട്രാൻസ്ലേഷൻ. അപ്പൊ നമുക്കിവിടെ നമ്മുടെ സെയിം പ്രോസസ്സ്, അതായത് DNA എന്ത് ഫോം ചെയ്തു, mRNA ഫോം ചെയ്തു. mRNA എന്ത് ഫോം ചെയ്തു, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തു. ഇവിടെ പ്രോട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവരൊക്കെ പ്രോട്ടീൻസ് ആണ്. ഇത് ഫസ്റ്റ് എൻസൈം, സെക്കൻഡ് എൻസൈം, തേർഡ് എൻസൈം. ഓൾ എൻസൈംസ് ആർ
പ്രോട്ടീൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, 3 എൻസൈംസിന്റെ പ്രൊഡക്ഷൻ അവിടെ നടന്നു. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഈ 3 എൻസൈംസ് എന്തിനാ ഹെൽപ്പ് ചെയ്തത്, ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ലാക്ടോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലാക്ടോസിനെ എന്ത് ചെയ്തു, ഈ 3 എൻസൈംസ് കൂടി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ലാക്ടോസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട, ഈ 3 എൻസൈംസിന്റെ പ്രൊഡക്ഷൻ ഇല്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ലാക്ടോസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ 3 എൻസൈംസും ഇവിടെ എന്ത് ചെയ്തു, ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. എന്നിട്ട് എന്താക്കിയാൽ മാറ്റിയത്, ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. അപ്പൊ ലാക്ടോസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഷുഗർ ആണ്, മിൽക്ക് ഷുഗർ ആണ്, അല്ലെങ്കിൽ മിൽക്കിൽ നിന്ന് കിട്ടുന്ന ഷുഗർ ആണ് നമുക്ക് ലാക്ടോസ്. അപ്പൊ ഈ ലാക്ടോസിനെ എന്താക്കി, ഏറ്റവും സിമ്പിൾ ഫോം ആയിട്ടുള്ള ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റി. അപ്പൊ എന്താണ്, ഈ 3 എൻസൈംസ് ഇവിടെ വന്നു, ഈ എൻസൈംസ് ഇതിനെ വർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ഡയഗ്രം തന്നിട്ട് ഈ സെക്കൻഡ് ഡയഗ്രം റീഡ്രോ ചെയ്യാൻ പറയും. അപ്പൊ എന്താ പ്രത്യേകത, ഈ റിപ്രസർ പ്രോട്ടീൻസ് ഒക്കെ അതുപോലെ തന്നെ അവിടെ കിടന്നോട്ടെ. ഈ ലാക്ടോസിന് എന്ത് ചെയ്യണം, നേരെ ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ബൈൻഡ് ചെയ്യിപ്പിക്കാം. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അർത്ഥാണ്, പിന്നെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യരുത്. എന്നിട്ട് നേരെ എന്ത് ചെയ്യും, ഈ 3 സ്ട്രക്ചർ ജീൻസിൽ നിന്ന് എന്ത് ചെയ്യും, mRNA സിന്തസൈസ് ചെയ്യാം. mRNA 3 എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക. എൻസൈംസിന് എന്ത് ചെയ്യുക, ഇതിന്റെ ഈ കൺവേർഷൻ ഇവിടെ നടക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വേർഡ് പറഞ്ഞു, ഇൻഡ്യൂസർ എന്ന് പറഞ്ഞു. എന്താ ഇൻഡ്യൂസർ എന്നുള്ള അർത്ഥത്തിനർത്ഥം, ഈ ലാക്ടോസ്, അതായത് ഈ മെറ്റബോളിസം നടക്കണമെങ്കിൽ ആര് വേണം, ലാക്ടോസ് വേണം. അപ്പൊ ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ലാക്കോപ്രോൺ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇൻഡ്യൂസ് ചെയ്യുന്ന അർത്ഥം സ്റ്റാർട്ട് ചെയ്യുക, ഇൻഡ്യൂസ് ദ മെറ്റബോളിസം. ഒരു മെറ്റബോളിസിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മെറ്റബോളിസിന് സ്റ്റാർട്ടിങ് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത്, ഇൻഡ്യൂസർ. അപ്പൊ ഇവിടെ നമ്മുടെ ഇൻഡ്യൂസർ ആരാണ്, നമുക്ക് ഈ മെറ്റബോളിസം നടക്കണമെങ്കിൽ എന്ത് വേണം, ലാക്ടോസ് വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ലാക്ടോസിനെ ഇവിടെ എന്തായിട്ടാണ് കൊടുക്കേണ്ടത്, ഇൻഡ്യൂസർ ആയിട്ട് കൊടുക്കും. ഇപ്പൊ ലാക്ടോസ് ഇല്ലെങ്കിൽ എന്താ അർത്ഥം, ഈ മെറ്റബോളിസിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ലാക്ടോസ് ഉണ്ടെങ്കിൽ മാത്രം ഈ മെറ്റബോളിസം നടക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ലാക്ടോസ് ദാറ്റ് ഈസ് ആക്ട് ആസ് എൻ ഇൻഡ്യൂസർ. ഇൻഡ്യൂസറും ഉണ്ട്, റിപ്രസറും ഉണ്ട്. ചില കേസിൽ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ എന്താ പ്രത്യേകത, ഇവരുണ്ടെങ്കിൽ മാത്രമാണ് ഈ മെറ്റബോളിസം നടക്കുള്ളൂ. ചില കേസിൽ എന്താണ്, റിപ്രസർ എന്ന് പറഞ്ഞ എന്താണ്, അതിന്റെ പ്രസൻസ്, ഇപ്പൊ ഒരു കെമിക്കൽ കോമ്പൗണ്ടിന്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെറ്റബോളിസം അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ എന്താ പ്രത്യേകത, ഈ ലാക്ടോസ് എന്ന് പറയുന്ന ഈ കെമിക്കൽ കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഇതെന്താണ്, ഒരു ഡൈസാക്രൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഷുഗർ ആണ്. ഈ ഡൈസാക്രൈഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നടക്കുള്ളൂ, ഈ മെറ്റബോളിസം ഇവിടെ നടക്കുള്ളൂ. അങ്ങനെയുള്ള മെറ്റബോളിസം എന്താ പറയാ, ഇൻഡ്യൂസർ മെറ്റബോളിസം എന്ന് പറയും. അതേസമയം ചില കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ പ്രസൻസ് വഴി എന്ത് ചെയ്യും, മെറ്റബോളിസം സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ അതിന് എന്ത് പറയും, നമ്മൾ റിപ്രസർ എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇവിടെ നമ്മൾ കുറെ സ്ഥലത്ത് നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, എന്ത്, ഇൻഡ്യൂസർ. അപ്പൊ ഇവിടെ എന്താണ്, ലാക്ടോസ് ദാറ്റ് ഈസ് ആൻ ആക്ട് ആസ് എ ഇൻഡ്യൂസർ. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻഡ്യൂസറിന്റെ പേരാണ് ലാക്ടോസ്. കാരണം എന്താ, ലാക്ടോസ് ഉണ്ടെങ്കിലാണ് ഈ മെറ്റബോളിസം ഇവിടെ നടക്കുള്ളൂ. അപ്പൊ നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് എന്ത് പഠിക്കണം, വാട്ട് ഈസ് മെന്റ് ബൈ ലാക്കോപ്രോൺ എന്ന് പഠിക്കണം. അപ്പൊ ഓപ്രോൺ എന്നുള്ള വേർഡിന്റെ അർത്ഥം നമ്മൾ ഒന്നുകൂടിയും പറയും. എന്താണ് ഓപ്രോൺ എന്ന് പറഞ്ഞാൽ, ഈ ലാക്ടോസ് മെറ്റബോളിസിനെ ഇൻവോൾവ് ചെയ്യുന്ന ഈ ജീൻസിനെ പറയുന്ന പേരാണ് ലാക്കോപ്രോൺ. അപ്പൊ ഏതൊക്കെ ജീൻസ് ആണ്, പ്രൊമോട്ടർ, റെഗുലേറ്റർ, ദെൻ ഓപ്പറേറ്റർ, സ്ട്രക്ചർ ജീൻ. 4 ഓപ്രോൺസ്, അല്ലെങ്കിൽ ലാക്കോപ്രോണിൽ ഇൻവോൾവ് ചെയ്യുന്ന 4 ജീൻസ് ഏതൊക്കെയാണ്, നമ്മുടെ പ്രൊമോട്ടർ, റെഗുലേറ്റർ, ഓപ്പറേറ്റർ, സ്ട്രക്ചർ ജീൻ. പിന്നെ എന്ത് ചെയ്യണം, സ്ട്രക്ചർ ജീൻസിൽ തന്നെ 3 ടൈപ്പ് ഏതൊക്കെയാണ്, ഇസഡ്, വൈ ആൻഡ് എ. അത് ആദ്യം തന്നെ പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് കണ്ടീഷൻ എന്താ പറയണ്ടേ, വാട്ട് ഈസ് മെൻ ബൈ ലാക്ടോസ് മെറ്റബോളിസം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ ലാക്ടോസ് മെറ്റബോളിസം, ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസ് ആക്കുന്ന മെറ്റബോളിസം ആണ് നമുക്ക് എന്ത്, ലാക്ടോസ് മെറ്റബോളിസം. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ജീൻസിനെ പറയുന്ന പേരാണ് എന്ത്, ഓപ്രോൺസ് എന്ന് പറയും. ഈ ഓപ്രോൺസിൽ 4 പേര് ഏതൊക്കെയാണ്, സ്ട്രക്ചർ ജീൻസ്, ഓപ്പറേറ്റർ, പ്രൊമോട്ടർ ആൻഡ് റെഗുലേറ്റർ. ഒപ്പം തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിന്റെ പേരും കൂടി നോക്കി വെക്കിയതാണ്, ബീറ്റ ഗാലക്ടോസിഡേസ്. ഇവിടെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കാം, ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈംസിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഇസഡ്. ദെൻ പെർമിയേസ് ആണെങ്കിൽ എന്താണ്, നമുക്ക് വൈ എന്ന് കൊടുക്കാം. ട്രാൻസ് അസറ്റൈലേസ് ആണെങ്കിൽ എന്ത് കൊടുക്കാം, എ എന്ന് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ലാക്ടോസ് മെറ്റബോളിസം. ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ദെൻ നമുക്ക് നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ ദെൻ, താങ്ക് യു.